എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു താളി പറഞ്ഞു തരുമെന്ന്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും അലോവേരയും വെച്ചിട്ടുള്ള നല്ലൊരു നാച്ചുറൽ താളിയാണ് കേട്ടോ. നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന അഴുക്കുകളെ കളയാനും എണ്ണമയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനും താരൻ പോവാനും മുടി വളർച്ച ഉണ്ടാവാനും മുടി പൊട്ടാതിരിക്കാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും ഈ ഒരു താളിക്ക് കഴിവുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഷാമ്പു ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അത് വെറും നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ഡേറ്റൊക്കെ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ലേ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന നാച്ചുറൽ പ്രകൃതിദത്തമായ താളിക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. നമ്മുടെ മുടിയുടെ സ്വാഭാവിക മൃദുത്വം നിലനിർത്തി നമ്മുടെ മുടി പൊട്ടിപ്പോവാതെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള ശരീര ചൂടൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള താളി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ ഉണ്ടാവുക. തലയ്ക്ക് നല്ല സുഖമാണ്, മുടി തൊടുമ്പോഴും നല്ല സുഖമാണ്. ഗുണങ്ങൾ പറയുന്നതോടൊപ്പം ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് എണ്ണ, അതായത് കുളുക്കനെ തലയിൽ എണ്ണ ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു താളി തേക്കുകയാണെങ്കിൽ നമ്മുടെ തലയിലെ ചളിയോ എണ്ണയോ പോവില്ല, ആകെ കിടന്ന് കുഴയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എണ്ണ തൊട്ട് പറ്റുന്ന പോലെ തൊട്ട് പറ്റിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു താളി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എത്ര അളവ് എടുക്കണം എന്നല്ല. അപ്പൊ ഞാൻ ഒരാൾക്കുള്ളതാണ് എടുക്കുന്നത്, ഇത് എനിക്ക് തലയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാളാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി എടുക്കണം. അതായത് 20 ചെമ്പരത്തിയുടെ ഇലയും 5 ചെമ്പരത്തി പൂവാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹം. കാരണം ചെറുപ്പത്തിൽ ഇത് കയ്യിൽ കിട്ടുന്നത് പൊട്ടിച്ച് അങ്ങനെ തേക്കായിരുന്നു. അതും തിരുമണ കല്ല് നല്ല വൃത്തിയാക്കിയിട്ട് കല്ലിൽ ഉരച്ചിട്ട് അതിന്റെ താളി കപ്പിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാലങ്ങൾ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു മാത്രം. നമ്മൾ കുറച്ചും കൂടി എളുപ്പപ്പണി ചെയ്യാണ് അല്ലെ, മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചിട്ട്. അപ്പോൾ ഞാനത് മിക്സിയിൽ നന്നായി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കഷ്ണം അലോവേര എടുത്തിട്ടുണ്ട്. അലോവേരയുടെ ജെല്ല് ഇതേപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ അലോവേരയും ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിപ്പൂവും കൂട്ടി ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. പച്ചവെള്ളം നിങ്ങൾ ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല. അത് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു തുണിയിൽ, നല്ല വൃത്തിയായിട്ടുള്ള ഒരു തുണിയിൽ പിഴിഞ്ഞെടുക്കുക. തോർത്തുമുണ്ടിൽ പിഴിഞ്ഞൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ ഇല പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിന്ന് പൂവ് ഇച്ചിരി പണിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതേപോലുള്ള കുറച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ കിട്ടും വേണം, എന്നാൽ അതിൻ്റെ വേസ്റ്റ് ഒന്നും പുറത്തേക്ക് വരും ചെയ്യരുത്. അങ്ങനത്തെ ഒരു ഷിഫോൻ്റെ ഷാളൊക്കെ ഇല്ലേ, അതാണെങ്കിൽ ബെറ്റർ ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ടവലാണ്, എൻ്റെ ഷിഫോൻ്റെ ഷാളൊക്കെ കേടൊന്നു പോയി. ഇനി വീട്ടിൽ പോയിട്ട് അടിച്ചു മാറ്റിയിട്ട് വേണം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഇതേപോലെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. എൻ്റെ അമ്മയുടെ അടുത്തുണ്ട്, അപ്പോൾ അതെടുത്ത് കൊടുന്നാൽ മതിയല്ലോ. അതാണ് ഞാൻ പറഞ്ഞ അടിച്ചു മാറ്റിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ കളയരുത്. അത് ആ ടവലിന്ന് വീണ്ടും നമ്മുടെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. പക്ഷെ മിക്സിയിൽ ഇട്ടിട്ട് നിങ്ങൾ അടിക്കരുത് കേട്ടോ. വേറെ പാത്രത്തിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മിക്സിയിൽ തന്നെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വീണ്ടും നമ്മുടെ ടവൽ ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ ടവലിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഒരു തുണിയിലേക്ക്. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതേപോലെ നമ്മുടെ പാത്രത്തിലോട്ട് ആക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതിന് മുന്നേ കുറച്ച് എണ്ണ നമ്മുടെ മുടിയിലും അതേപോലെ തന്നെ തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് മുടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അത് നിങ്ങൾ തലയിൽ എന്ത് തേക്കുമ്പോഴും അതേപോലെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കാനും മുടിക്ക് ഡാമേജുകൾ വരാതിരിക്കാനും തലയോട്ട് എപ്പോഴും ഒരു സ്വാഭാവിക മൃദുത്വം നിലനിർത്താനും നമ്മുടെ എണ്ണകൾക്ക് കഴിവുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തലയോട്ടിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഇതൊക്കെ സഹായിക്കും കേട്ടോ. അപ്പൊ ഇതേപോലെയാണ് ഞാൻ മുടി കെട്ടിറക്കുന്നത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് മുടി കെട്ടിറക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ ഞാൻ വളരെ സാവധാനമാണ് മുടി കെട്ടിറക്കാറുള്ളൂ. അപ്പോൾ മുടി പൊട്ടി പോവാതിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു മെത്തേഡ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനത് നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹെയർ ഓയിലിന് വളരെ നല്ല അഭിപ്രായങ്ങളാണ്, ഒരുപാട് സന്തോഷം. അപ്പം നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ട ഇതേപോലെ നമ്മുടെ തലയോട്ടിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെയും പറയാണ്, ഈ ഒരു താളി ഇടുന്ന ദിവസം ഞാൻ നെറുകയിൽ നന്നായിട്ട് എണ്ണ ഇടാറില്ല. നമ്മുടെ തലയിലെ ചളിയും പോകണം, നമ്മുടെ മുടി നന്നായി സോഫ്റ്റ് ആവും വേണം, തലയോട് ക്ലീൻ ആവും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ വെറുതെ തൊട്ട് പറ്റി കൊടുക്കാനേ പാടുള്ളൂ. ഇത് പ്രത്യേകം എടുത്തു പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരുപാട് വട്ടം ചെറുപ്പത്തിലൊക്കെ ഒരുപാട് വട്ടം മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയണത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും എണ്ണ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ
വിട്ടു പോവാതെ ചെയ്യേണ്ടതാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ തലയോടിലുണ്ടാവുന്ന ഡെഡ് സെല്ലുകൾ ഇളകി വരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡെഡ് സെല്ലുകൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് താരൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരും. വരാതിരിക്കാൻ ഈ ഒരു മെത്തേഡ് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, വളരെ സ്മൂത്തി കൺസിസ്റ്റൻസിയാണ്. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ തലയോട്ടിൽ നമ്മൾ നന്നായി തേച്ച് കൊടുക്കുകയാണ്. തലയുടെ ഓട്ടിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് തല കുമ്പിട്ടിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇതേപോലെ വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റും. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു എന്താ തേച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു കൺസിസ്റ്റൻസി ഒന്നല്ല, വെള്ളം പോലുള്ള കൺസിസ്റ്റൻസി ഒന്നല്ല. വെള്ളം പോലെ ആണെങ്കിലാണ് നമുക്ക് തേച്ച് കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുള്ളൂ. ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു താളി തേക്കുമ്പോൾ ഇതേപോലെ മുഖത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് തല കുമ്പിട്ട് നിന്നിട്ട് തേക്കാവും ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഡയറക്റ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ കുമ്പിട്ട് നിന്ന് തേക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാനും തലയോട്ടിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാനൊക്കെ വളരെ ബെറ്റർ ആണ് കേട്ടോ അത്. അപ്പം ഞാനത് കുമ്പിട്ട് നിന്നിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. തേച്ച് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു തുള്ളി ഫ്രണ്ടിലോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ അത് മൊത്തം വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു തുള്ളി പുറത്തേക്ക് പോയി ആ പാത്രം ചെരിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പോവും അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെ പറ്റാതിരിക്കുക കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതേപോലെ നമ്മൾ തലയുടെ ഓട്ടിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം. മുടിയിലേക്ക് നിങ്ങൾ തേച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാൻ അങ്ങനെ മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് തന്നെ അത് ടോട്ടലി നമ്മുടെ മുടിയുടെ തുമ്പത്തേക്കും കടഭാഗത്തേക്കും ഒക്കെ വരും. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പം തന്നെ തേച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കൊണ്ട് കഴുകി കളയണം കേട്ടോ. ഫുള്ളായിട്ട് കഴുകി കളയണം. മുടി ഇങ്ങനെ ഊരി കഴുകണം. അപ്പം അതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യൂ, നമ്മളത് ക്ലിയർ ചെയ്ത് തരാം. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യാം കേട്ടോ. തിരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല, അതുകൊണ്ടാണ് പറയുന്നത്. മുടി എങ്ങനെ വൃത്തിയായിട്ട് കഴുകാം എന്നതിനെ കുറിച്ചിട്ട്, ആരോഗ്യപരമായിട്ട് എങ്ങനെ മുടി കഴുകാം, അല്ലെങ്കിൽ മുടി എങ്ങനെ മുടിയിലത്തെ വെള്ളം എങ്ങനെ ആരോഗ്യകരമായിട്ട് കളയാം, അതായത് മുടിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ എങ്ങനെ കളയാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു 10-20 മിനിറ്റ് നേരം തലയിൽ വെക്കാം. പക്ഷെ ജലദോഷം നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ ഒരുപാട് നേരം തലയിൽ വെക്കരുത്. ഞാൻ എന്തായാലും ഇത് തേച്ച് കഴിഞ്ഞ് എൻ്റെ ബാത്റൂമൊക്കെ കഴുകി കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാറുള്ളത്. അപ്പോൾ ഏകദേശം കുറച്ച് നേരം തലയിൽ വെക്കും. എനിക്കിഷ്ടമാണ് അങ്ങനെ വെക്കണത്. കാരണം എനിക്ക് ജലദോഷത്തിൻ്റെ പ്രശ്നം നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും വരാറില്ല. അപ്പോൾ ഇതേപോലെയുള്ള താളികൾ, അത്രയും ഗുണമുള്ള താളികൾ തലയിൽ വെക്കുമ്പോൾ നല്ലതാണ്. പക്ഷെ നീരിറക്കത്തിൻ്റെ തലവേദനയുടെ ഒക്കെ പ്രശ്നമുള്ളവർ ഇത് വെക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഷാമ്പു എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കും അതേപോലെ ചെയ്താൽ മതി. ഇവിടെ കുട്ടപ്പായ്ക്കൊക്കെ ഞാൻ തലയിൽ തേച്ച് കൊടുക്കാറുണ്ട്. അവൻ അങ്ങനെയും പ്രശ്നങ്ങളൊന്നും വരാറില്ല. നീരിറക്കോ പനിയൊന്നും വരാറില്ല. അപ്പം അതുകൊണ്ട് അവനത് ചെറുപ്പം മുതൽ അങ്ങനെ ശീലമായോണ്ടേ അവനൊരു ബുദ്ധിമുട്ടില്ല. അവന് ചെറുപ്പത്തിൽ ഈ ഒരു താളിയാണ് യൂസ് ചെയ്ത് കൊടുത്തിരുന്നത് കേട്ടോ. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, കറ്റാവാഴ ആഡ് ചെയ്ത് തരുന്നില്ല എന്ന് മാത്രം. അപ്പം അതേപോലെ തന്നെ മുടി ഞാൻ കെട്ടിവെക്കാൻ പോവുകയാണ്. കണ്ട ഇതേപോലെ കെട്ടിവെക്കാൻ പോവാണ് കേട്ടോ. ഇതേപോലെ കെട്ടിവെക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ നിങ്ങൾക്ക് കെട്ടിവെക്കാം കേട്ടോ. അപ്പം ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ വാശി പിടിക്കില്ല, അല്ലെങ്കിൽ പറയില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ കറ്റാവാഴ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക.